ഞാനിപ്പോൾ ഉള്ളത് വയനാട് ടൗൺഷിപ്പിലാണ് കേട്ടോ. മുണ്ടക്കൈ ചൂരൽമല നിവാസികളെ സർക്കാരും ജനങ്ങളും ചേർത്ത് പിടിച്ച് അവർക്കുണ്ടാക്കി കൊടുത്തിരിക്കുന്ന ടൗൺഷിപ്പ്, അതുപോലെ തന്നെ 178 വീടുകൾ സർക്കാർ ഓൾറെഡി ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. 410 വീടുകളാണ് മൊത്തത്തിൽ അവരുണ്ടാക്കുന്നത്. അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീടെന്ന് പറയുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ടാണ് അവർ കൺസ്ട്രക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഗേറ്റ്, ചുറ്റുമതിൽ, ചെടികൾ, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടുള്ള വീട്. നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. സർക്കാരിനെ ഓർത്തിട്ടും അതുപോലെ തന്നെ നമ്മളെ കേരളത്തിലെ മൊത്തം ജനങ്ങളെ ഓർത്തിട്ടും നമുക്ക് അഭിമാനം തോന്നും. വീടിൻ്റെ ഉൾവശം നിങ്ങളെ കാണിച്ചു തരാം. വളരെ ഭംഗിയായിട്ടാണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. നമ്മൾ ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ കിട്ടുന്നത് ഒരു ലിവിങ് ഏരിയ, അതായത് ലിവിങ് സ്പേസ് ആണ്. വലിയൊരു ഹാളാണിത്. ഈ കാണുന്ന ഭാഗം കൂടി ഹാളിൻ്റെ കൂടെ വരുന്നൊരു ഭാഗമാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഹാളാണ് കേട്ടോ. ടൈലൊക്കെ കജാരിയുടെ ടൈലാണ് വിരിച്ചിരിക്കുന്നത്, ബ്രാൻഡഡ് ടൈലാണ്. ഈ കാണുന്നതാണ് മാസ്റ്റർ ബെഡ്റൂം. മാസ്റ്റർ ബെഡ്റൂമിൽ ഒരു 2 ഡോർ കബോർഡ് അവർ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം, വാളിൻ്റെ ഒക്കെ കളർ കോമ്പിനേഷൻ ഉണ്ടല്ലോ, പെയിൻറ്റിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ സൂപ്പറാണ് കേട്ടോ. ഈ ബെഡ്റൂമിലാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിൻ്റെ വാളിൻ്റെയും ഫ്ലോറിൻ്റെയൊക്കെ ടൈൽ കോമ്പിനേഷനൊക്കെ അടിപൊളിയാണ്. അതുപോലെ തന്നെ ബാത്റൂം ഫിറ്റിങ്സ് സെറിയാണ് കൊടുത്തിരിക്കുന്നത്, ബ്രാൻഡഡ് ആണ്. ഡോറൊക്കെ PVCയുടെ നല്ല അടിപൊളി ഡോറാണ് കേട്ടോ. ഈ ബെഡ്റൂം എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂമാണ്. ലിവിങ് ഏരിയയിൽ കോമൺ ബാത്റൂമിൻ്റെ അടുത്തായിട്ട് വരുന്ന വാഷ് യൂണിറ്റാണിത്. വാഷ് യൂണിറ്റിൽ മിറർ കാര്യങ്ങൾ, ലൈറ്റ്, അതുപോലെ തന്നെ നല്ല ഗ്രാനൈറ്റിൻ്റെ ടോപ്പ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കയറിയിരിക്കുന്നത് 2ാമത്തെ ബെഡ്റൂമിലാണ്. 2ാമത്തെ ബെഡ്റൂമിൻ്റെയും എല്ലാ ബെഡ്റൂമിൻ്റെയും വിൻഡോയുടെ ഡോറൊക്കെ വെച്ച് അലൂമിനിയാണ്, നല്ല അടിപൊളി ഡോറാണ് കേട്ടോ. അതുപോലെ തന്നെ ഈ ബെഡ്റൂമിലും അവർ 2 ഡോർ കബോർഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും ഫാന് ഫെസിലിറ്റി കാര്യങ്ങൾ, കളർ കോമ്പിനേഷൻ, വാളിൻ്റെ കളർ കോമ്പിനേഷൻ ഡിഫറൻ്റ് ആണ് ഈ റൂമിൽ. അതുപോലെ തന്നെ ഡിവൈഫിയുടെ വകയായിട്ട് അവർ സെപ്പറേറ്റ് TV കണക്ഷനും കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് അതും കൊടുക്കുന്നുണ്ട്. നമുക്ക് കിച്ചണും കൂടെ ഒന്ന് കണ്ടുവരാം. സ്പേഷ്യസ് ആയിട്ടുള്ള C ഷേപ്പിൽ കൊടുത്തിരിക്കുന്ന കിച്ചണാണ് കേട്ടോ. ഒരു സൈഡിൽ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്, ടോപ്പ് സൈഡ് അതിൻ്റെ പ്ലൈവുഡ് ആണ് മെറ്റീരിയൽ. ഡോർ എന്ന് പറയുന്നത് ഫാക്ടറി ഫിനിഷ്ഡ് ആണ്. ബോട്ടം സൈഡിൽ കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. ആ കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഒരു സൈഡിൽ അവർ മൾട്ടിവുഡിൽ ക്യാബിനറ്റ്, ബോട്ടം ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട്. 3 ഡോർ വിൻഡോ ഉണ്ട് ഈ ഒരു കിച്ചണിൽ. അതുപോലെ തന്നെ കിച്ചൺ സിങ്ക് ഉണ്ട്. വിൻഡോ ഉള്ളതുകൊണ്ട് നല്ല വെളിച്ചം കിട്ടുന്ന കിച്ചണാണ് കേട്ടോ. ടൈൽ കോമ്പിനേഷനൊക്കെ അടിപൊളിയാണ്. ഇത് കൂടാതെ തന്നെ അവർക്കൊരു വർക്ക് ഏരിയയും കൂടി അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് വർക്ക് ഏരിയ. വർക്ക് ഏരിയയിലും ഒരു കൗണ്ടർ ടോപ്പ് കൊടുത്തിട്ടുണ്ട്. കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റിൽ കവർ ചെയ്തിട്ടുണ്ട്. കിച്ചൺ സിങ്ക് അഡീഷണൽ വർക്ക് ഏരിയയിലും കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൊണ്ടും നല്ല ബിൽഡ് ക്വാളിറ്റിയാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്നതാണ് കേട്ടോ കോമൺ ബാത്റൂം. കോമൺ ബാത്റൂം വരുന്നത് ഹാളിലാണ്. ഈ ബാത്റൂം അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ്. ഷവർ സൗകര്യങ്ങൾ, എല്ലാ സംഭവങ്ങളും ഈ ബാത്റൂമിലും കൊടുത്തിട്ടുണ്ട്. ടൈൽ കോമ്പിനേഷൻ എല്ലാം സൂപ്പറാണ്. കജാരിയുടെ ടൈലാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ബിൽഡ് ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വരുത്താതെയാണ് എല്ലാ കാര്യങ്ങളും സർക്കാർ ഇവിടെ ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നഷ്ടം എന്നും നഷ്ടം തന്നെയായിരിക്കും. നഷ്ടപ്പെട്ടത് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് സർക്കാരിന് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് അവർക്ക് ഒരുമിച്ചിരുന്ന് സംസാരിക്കാനും കാര്യങ്ങൾ പറയാനും ഒക്കെ ആയിട്ട് ഒരു ടൗൺഷിപ്പാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം ഗാർഡൻ സൗകര്യങ്ങൾ, ഇരിക്കാനുള്ള സൗകര്യങ്ങൾ, റിലാക്സ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ എല്ലാം കൊണ്ടും ഭയങ്കര അത്ഭുതം തോന്നുന്ന ഒരു ടൗൺഷിപ്പ് തന്നെയാണിത്. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും പോയിട്ട് വയനാട് ഒന്ന് കാണണം. കൺസ്ട്രക്ഷനുള്ള ഒരു വീടിൻ്റെ വ്യൂവും കൂടി ഞാൻ കാണിക്കുകയാണ് നിങ്ങളെ. ഈ വീടിനൊരു പ്രത്യേകതയുണ്ട്. അവന്തിക എന്ന് പറയുന്ന എല്ലാവരും നഷ്ടപ്പെട്ട, കയ്യൊക്കെ നഷ്ടപ്പെട്ട ഒരു കൊച്ചു മോളുണ്ട്. ആ മോൾക്ക് വേണ്ടി അലോക്കേറ്റ് ചെയ്തിരിക്കുന്ന വീടാണിത്. ഈ വീടിൻ്റെ ബാക്ക് സൈഡും കൂടി ഞാൻ ജസ്റ്റ് കാണിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം, സൈഡിൽ അഡീഷണൽ ഒരു ലാഡർ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഭാവിയിൽ അവർക്ക് വീട് മേലെ പൊക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ലാഡറിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ മേലെ ക്ലീനിങ്ങിനും മറ്റൊക്കെ പോകാനുള്ള ഒരു ലാഡറും കൂടിയാണിത്. എല്ലാം കൊണ്ടും റെയിൻ ഗട്ടറും കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൊണ്ടും ഒന്നും കുറ്റം പറയാനില്ല.
ഈ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കുന്നത് 2 വീടുകൾ തമ്മിലുള്ള അകലം കാണിക്കാനാണ് കേട്ടോ. അത്യാവശ്യം 5 മീറ്ററോളം അകലമുണ്ട് 2 വീടുകൾ തമ്മിൽ. അരയ്ക്ക് മുന്നേ പറയുന്നുണ്ടായിരുന്നു ഒരു ആണി അടിച്ചു കഴിഞ്ഞാൽ മുട്ടുന്നൊക്കെ. അതൊക്കെ ചുമ്മാ പറയുന്നതാണ്. നമ്മുടെ സർക്കാർ നമ്മുടെ ആൾക്കാർക്ക് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യുക തന്നെ വേണം. നമ്മളതിൽ രാഷ്ട്രീയം ഒരിക്കലും കാണരുത്. ഈ കാണുന്നതാണ് വയനാട് ടൗൺഷിപ്പ്. നിങ്ങൾക്ക് വന്ന് നോക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. നമ്മുടെ സർക്കാരും നമ്മുടെ ജനങ്ങളും കൂടെ മുണ്ടക്കൈ ചൂരൽമല നിവാസികളെ എത്രത്തോളം ചേർത്ത് പിടിച്ചു എന്നുള്ളതിൻ്റെ ഈ ഒരു ഉദാഹരണം അവർക്ക് കാണിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങളുടെ അന്യ സംസ്ഥാനത്തുള്ള ഫ്രണ്ട്സ്, കൂടെ ജോലി ചെയ്യുന്നവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊക്കെ കാണട്ടെ നമ്മുടെ സർക്കാർ അതുപോലെ നമ്മുടെ ജനങ്ങൾ എത്രത്തോളം ഐക്യത്തോടെയാണ് ഈ ഒരു ദുരന്തത്തെ നേരിട്ടത് എന്നുള്ളത്. താങ്ക് യു.